ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ദ്വിതീയ സ്കന്ധം. ബ്രഹ്മനാരദ സംവാദം. ശ്രീ നാരദൻ പിതാവായ ബ്രഹ്മദേവനോട് ആദിയിൽ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായ ആത്മതത്വം അറിയാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, ആദിയിൽ അനാദ്യന്തനായ ഭഗവാന്റെ കടാക്ഷത്താൽ മായാപ്രകൃതി ക്ഷോഭിച്ചിളകി. അവളിൽ നിന്നു മഹത്തത്വമുണ്ടായി. അതിൽ നിന്ന് അഹങ്കാരവും ഉളവായി. സാത്വികാഹങ്കാരത്തിൽ നിന്ന് അന്ധഃകരണവും രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും താമസാഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളുമുണ്ടായി. ആകാശത്തിൽ നിന്നു വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്നു ജലവും ജലത്തിൽ നിന്നു പൃഥ്വിയും ഉണ്ടായി. ഈ വിധമുണ്ടായ പഞ്ചഭൂതങ്ങൾക്ക് ആദിയിൽ പരസ്പരം ചേർന്നു പ്രപഞ്ച സൃഷ്ടി നടത്താൻ കഴിഞ്ഞില്ല. കരുണാനിധിയായ നാഥൻ പഞ്ചഭൂതങ്ങളിൽ അന്തര്യാമിയായി പ്രവേശിച്ച് ശക്തി നൽകി. അങ്ങനെ ഈ ബ്രഹ്മാണ്ടമുണ്ടായി. ആ വിധം ബ്രഹ്മാണ്ടത്തിലാകെ വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാന്റെ അവയവങ്ങളാണ് 14 ലോകങ്ങൾ. പിന്നീട് ലോകകാരണനായ ഭഗവാൻ വരാഹാദി രൂപങ്ങളിൽ അവതരിച്ച് ലോകാനുഗ്രഹം വർഷിച്ച കഥകൾ ബ്രഹ്മജ്ഞാനികളായ സജ്ജനങ്ങൾ ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു. എന്നിങ്ങനെ ബ്രഹ്മാവ് നാരദനോട് അരുളി ചെയ്തു. ആദിയിൽ ശ്രീനാരദൻ പ്രപഞ്ച സൃഷ്ട്യാദികൾക്കാധാരാശ്രയമായോരാത്മതത്വാർത്ഥം ചെമ്മേ ചേതസി മോദാൽ ഗ്രഹിച്ചിടുവാനപേക്ഷ ചേർന്നാദരാൽ പിതാവായ ധാതാവോടർത്ഥിച്ചപ്പോൾ ധാതാവു തനയനായപ്പോഴുതരുൾ ചെയ്താൻ. ആദിയിലാദ്യനായ ഭഗവത് കടാക്ഷത്താൽ ക്ഷോഭിച്ചു ചമഞ്ഞിതു പ്രകൃതി മഹാമായ. ശോഭിച്ചിതവളിൽ നിന്നഞ്ജസാ മഹത്വത്വം ബ്രാഹ്മണ്ഡമതിങ്കൽ നിന്നുദ്ഭവിച്ചിതു നാഥൻ. തന്മഹൽ സ്ഥൂലരൂപമായി കൊണ്ടാനതിനാലേ തന്നവയവങ്ങളീരേഴു ലോകങ്ങൾ കൊണ്ടു തന്നെ പാലിച്ചാൻ ലോകപാലകാദികളെയും. എന്നെല്ലാം പ്രപഞ്ച സൃഷ്ട്യാദികൾ മായാമയനാകുന്ന ഭഗവാന്റെ മഹത്വം പരിച്ഛേദിക്കാവതല്ലല്ലോ ഭുവി മഹദ്വേദികളായുള്ളവർക്കുമെന്നാകയാൽ ജഗത്കാരണൻ വരാഹാദ്യവതാരം ചെയ്തു ജഗത്തിങ്കലേക്കനുഗ്രഹിച്ചു വർത്തിച്ചിടും. ചരിത്രങ്ങളെ ശീലിച്ചനൽപാദര ഭക്ത്യാ ധരിച്ചിടുന്നു കൃപാലവത്തെ മഹത്തുക്കൾ. അങ്ങനെ ഭഗവത് കാരുണ്യത്താൽ അതിശയം അങ്ങകം തെളിഞ്ഞതിശുദ്ധമായി വിളങ്ങിടും നിർമ്മലാത്മാക്കൾ മഹദ്വേദികളാത്മജ്ഞാന ജന്മബോധേന പരബ്രഹ്മ സംഗ്രഹണത്താൽ ഭക്തന്മാർക്കുപദേശം ചെയ്തു സങ്കടം തീർത്തു മുക്തിമാർഗത്തെ കാട്ടിക്കൊടുപ്പോരെ നിത്യർത്ഥം. സ്രഷ്ടാവു തെളിഞ്ഞരുൾ ചെയ്തു നാരദനു സന്തുഷ്ടി ചെയ്തരുളിനാനെന്നു കേട്ടതു നേരം. ഉപദേശക്രമം. ഇതു കേട്ട് പരീക്ഷിത്ത് ശുകബ്രഹ്മർഷിയോട് ചോദിച്ചു, പിതാവിൽ നിന്നു ഗ്രഹിച്ച ഭാഗവത് തത്വം നാരദൻ ആർക്ക് ഉപദേശിച്ചു? ശ്രീശുകൻ പറഞ്ഞു, ലോകനാഥന്റെ പ്രപഞ്ച സൃഷ്ടി മുതൽക്കുള്ള ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗവതം നിനക്ക് ഇനിയുള്ള സമയം കൊണ്ടു ഞാൻ ഉപദേശിച്ചു തരാം. പണ്ട് ഭഗവാൻ ശ്രീനാരായണൻ സ്വന്തം നാഭിയിലുണ്ടായ ബ്രഹ്മാവ് അപേക്ഷിക്കുകയാൽ ഭാഗവതം ഉപദേശിച്ചു. വിരിഞ്ചൻ അതു സ്വപുത്രനായ നാരദന് ഉപദേശിച്ചു കൊടുത്തു. നാരദ മഹർഷി വ്യാസനും
വ്യാസദേവൻ എനിക്കും ഉപദേശിച്ചു തന്നു. അതു ഞാൻ ശ്രദ്ധാലുവായ നിനക്ക് ഉപദേശിച്ചു തരാം. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതികൾ, മന്വന്തരങ്ങൾ, അവതാരകഥകൾ, നിരോധം, മുക്തി, ആശ്രയം എന്നീ 10 ലക്ഷണങ്ങളോട് കൂടിയ മഹാഭാഗവതം പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. ഇവയിൽ 10ാമതു പറഞ്ഞ ആശ്രയം മുഖ്യമാകുന്നു. അതു സാധിക്കാൻ വേണ്ടിയാണ് മറ്റുള്ള 9 എണ്ണവും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പൃഥ്വീശൻ ചോദ്യം ചെയ്താൻ നാരദനതു പിന്നെ സത്തുക്കൾക്കാർക്കാനും താനുപദേശിച്ചാനെങ്കിൽ സത്വരമതുമെനിക്കരുളി ചെയ്തിടണം. ഇത്തമാഹന്ത കേട്ടു ശ്രീശുകനതു നേരം നിശേഷാർത്ഥങ്ങൾ സകലേശ്വരൻ നാരായണൻ വിശ്വപാലകൻ ജഗത് സർഗാദി ചരിത്രങ്ങൾ വർത്തിച്ചോരവസ്ഥകളാദിയായെല്ലാറ്റിനും ഉത്തരമായി കൊണ്ടത്ര ശുദ്ധമായി വിളങ്ങിടും ശ്രീഭാഗവതം പുരാണോത്തമമരുൾ ചെയ്താനാഭയ ഗുരു പാരമ്പര്യാദി സകലവും തത്പ്രബന്ധത്തെ സംക്ഷേപിച്ചുടൻ നിനക്കു ഞാനിപ്പോളുള്ളവസരം കൊണ്ടാവതറിയിക്കാം. എങ്കിലോ മുന്നം തൻ്റെ നാഭിയിലുളവായ പങ്കജാസനനപേക്ഷിക്കയാൽ അഖിലേശൻ പങ്കജനാഭനുപദേശിച്ചാൻ ഭാഗവതം. പങ്കജോദ്ഭവൻ താനും തന്നുടെ തനയനാം നാരദൻ തനിക്കുപദേശിച്ചാൻ. അതു പിന്നെ നാരദൻ വേദവ്യാസൻ തനിക്കുമതുപോലെ വ്യാസനുമെനിക്കുപദേശിച്ചാൻ. അതു മുതാ വാസനയേറും നിനക്കൊക്കവേ വഴി പോലെ ചൊല്ലുവാനെല്ലാം ദശലക്ഷണമായിട്ടുള്ളോനല്ലോ. കേവലം ജഗത് സർഗാദിക്രമവശാൽ സർഗവും വിസർഗവും സ്ഥാനവും പോഷണവും സദ്ഗുണനിധേ പുനരൂതികൾ മന്വന്തരം ഈശാനു കഥാനിരോധം പുനരിവിടെ ഭൂമീശ മുക്തിയും പിന്നേത്താശ്രയമെന്നീ വണ്ണം 10 ലക്ഷണങ്ങളാകുന്നതങ്ങവ 10ഉം വിസ്തരിച്ചോരോന്നോരോന്നായരുൾ ചെയ്തു താതൻ. ഇവറ്റിൽ 10ാമതാമാശ്രയമതിമുഖ്യം. പവിത്രമതിനെ സാധിപ്പാനായി മറ്റൊമ്പതും വധിച്ചിടുന്നു ബ്രഹ്മപ്രതിപാദകമായിട്ടുദിക്കും ഭാഗവത പ്രാമാണ്യമാർഗത്താലേ. വധിച്ചേനേവം സംക്ഷേപിച്ചുടൻ ദ്വിതീയാർത്ഥം പഠിക്കാമിനി തൃതീയാദികളോരോന്നിനാൽ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജയ ശ്രീ രാധേശ്യാം.